ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോണ്ടയുടെ CD ഡീലക്സ് എന്ന വണ്ടി കേട്ടോ. അപ്പോൾ അത് ജനറൽ സർവീസും വലിയ കുറവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്കും ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ ഫുള്ള് തീർന്ന് കിടക്കാണ്. ബ്രേക്ക് ലൈനറൊക്കെ തീർന്നിട്ട് ക്യാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടാണ് കേട്ടോ. പരമാവധി അഡ്ജസ്റ്റിങ്ങിലേക്ക് ഇട്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ലൈനർ മാറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അതേപോലെ തന്നെ കാർബറേറ്റർ അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ സ്ലോജറ്റൊക്കെ ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലോജറ്റ് മാത്രം ഒന്ന് മാറ്റിയതിന് ശേഷം കാർബറേറ്റർ ഒന്ന് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ടാങ്കിനകത്തൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട്, അതാണ് ഈ കാണുന്നത്. കാർബറേറ്ററിൻ്റെ അടിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം കാണുന്ന ഭാഗങ്ങൾ നമുക്ക് റെഡിയാക്കാം. എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്ക് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിനകത്ത് എൻജിൻ ഓയിലിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഡബിളാണ്. കാരണം ഇതിനകത്തുനിന്ന് ഇപ്പോൾ 900 മില്ലി ഓയിലാണ് ഇതിനകത്തെടുത്ത് മാറ്റി വെച്ചിട്ട് ബാലൻസ് ഇപ്പോൾ ഇതിനകത്ത് വീണ്ടും ഏകദേശം 900 മില്ലിയോളം ഉണ്ട്. സാധാരണ ആകെ കൂടി നമുക്ക് എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ 900 മില്ലി ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ഓയിൽ മേടിച്ച് ഒഴിച്ചു. നമുക്ക് ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ ആ ഓയിൽ സ്റ്റിക്കിൻ്റെ ഏറ്റവും അടിഭാഗത്ത് മാത്രമാണ് നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ ആവശ്യം വന്നുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ നോക്കുമ്പോൾ തുറന്നു വെച്ച് നോക്കുമ്പോൾ ഓയിലില്ലാന്ന് കരുതിയിട്ട് ഓയിൽ മേടിച്ച് ഒഴിക്കാൻ നിൽക്കരുത്. കാരണം ഓയിൽ തുറന്ന് നോക്കുമ്പോൾ ഇത് ഇത്രയുമാണ് പരമാവധി വരാവുന്ന ഓയിലിൻ്റെ അളവ്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്രയുമ്പോൾ കിട്ടണം. കൂടുതൽ വന്നാൽ അത്രേ വരാൻ പാടുള്ളൂ. ഇത് ഏകദേശം ഇത്രയും കയറുന്ന ഓയിലിൽ. അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ നിലവിൽ ബാക്കിയത്തെ ഓയിൽ ഊറ്റി കളയാനേ പറ്റുള്ളൂ. ഊറ്റി കളയാം, കറക്റ്റ് അളവിൽ ഓയിലാക്കുക, റീസെറ്റ് ചെയ്യാം. പിന്നെയുള്ളത് ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായി. ഫ്രണ്ട് ഫോർക്കിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അഴിക്കണേക്കാളും മുമ്പ് തന്നെ നമ്മൾ ആ ഡസ്റ്റ് ക്യാപ്പൊക്കെ റിമൂവ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫോർക്ക് പൈപ്പ് കംപ്ലൈൻ്റ് ആയി. സ്റ്റീൽ പൈപ്പ് ഇതും പോയിട്ടുണ്ട്. ഓൾറെഡി ഇതിൻ്റെയും പോയേ ഇരിക്കണേ ഇതുണ്ടോ. പക്ഷെ അത് ലീക്ക് തുടങ്ങിയിട്ടില്ല. ഇതിപ്പോൾ എന്തായാലും അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ഫോർക്കിൻ്റെ പൈപ്പും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഇച്ചിരി ചിലവിൻ്റെ കേസാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഫോർക്ക് പൈപ്പിൻ്റെ കേസ് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമുക്ക് എമൗണ്ട് വരും. കാരണം 2 ഫോർക്ക് പൈപ്പ് വിത്ത് ഓയിൽ സീലും കൂടി വരുമ്പോൾ ഏകദേശം തന്നെ ഫോർക്ക് പൈപ്പിന് ഒരെണ്ണത്തിന് തന്നെ 1050 രൂപ റേഞ്ചൊക്കെ വരും. ഇപ്പോൾ 2 ഫോർക്ക് പൈപ്പ് വരുമ്പോൾ തന്നെ 2100 രൂപയായി. പിന്നെ ഫോർക്ക് ഓയിൽ വിത്ത് ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 850-900 രൂപയുടെ അടുത്ത് അതിനും വരും. അപ്പോൾ ഏകദേശം ഒരു 3000 രൂപ ഫോർക്ക് പൈപ്പിന് മാത്രം, ആ ഫ്രണ്ട് ഫോർക്കിന് മാത്രമായിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരും. പിന്നെ ഈ ബ്രേക്ക് ലൈനർ ഉണ്ട്, കാർബറേറ്റർ ക്ലീനർ, സ്ലോജറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലെ മിറർ പൊട്ടിയിരിക്കുന്നുണ്ട്, അത് നമ്മൾ കൈയോടെ മാറ്റിയിട്ടേ കേട്ടോ. മീറ്ററൊക്കെ ഓൾറെഡി മീറ്റർ കേസൊക്കെ പോയിട്ട് പൊട്ടിപ്പൊളിച്ചിരിക്കണം. അപ്പോൾ അടുത്ത ആഴ്ചയിൽ വണ്ടി വെക്കണേസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ ഫോർക്കിൻ്റെ കേസ് ചെയ്താലും മതി. കാരണം ഞാൻ അപ്പോൾ എന്തെങ്കിലും വണ്ടി വെക്കേണ്ടി വരും. ഈ ഹെഡ് ലീക്കിൻ്റെ കേസൊക്കെ ചെയ്യാനായിട്ട് ഹെഡ് അതൊക്കെ എന്താ വെച്ചാൽ ഗ്യാസ്കറ്റ് പോയതുകൊണ്ട് നമുക്ക് അഴിക്കാതെ കൊണ്ട് മാർഗ്ഗമൊന്നുമില്ല. അഴിക്കുമ്പോൾ സിലിണ്ടർ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബോർ ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറ്റി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താമസം വരുമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ ചെയ്താലും മതി. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ട് എന്തെങ്കിലും പറയാം. നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും തരാം. ഓക്കെ.